Hi friends, welcome to Mathematics Online Learning. ഇന്നത്തെ സെഷൻ ഡെറിവേറ്റീവ് ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. ഫസ്റ്റ് നമുക്ക് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഡെഫിനിഷൻ: the exponential function with positive base b greater than 1 is the function y equal to f of x equal to b raised to x. അതായത് b raised to x എന്നുള്ള ഫോമിൽ എഴുതാവുന്ന ഫംഗ്ഷൻസ് എല്ലാം b greater than 1 ആയിരിക്കണം. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയിരിക്കും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 raised to 1, 2 raised to 2 ഇതെല്ലാം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്. 3 raised to 1, 3 raised to 2 1 വരാൻ പാടില്ല. അതായത് 1 raised to 1, 1 raised to 2 ഇതെല്ലാം ഒരു കോൺസ്റ്റൻറ്റ് 1 തന്നെയായിരിക്കും. അതുകൊണ്ട് 1 വരാൻ പാടില്ല. നെക്സ്റ്റ് പോയിന്റ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വിത്ത് ബേസ് 10 ഈസ് കോൾഡ് ദ കോമൺ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. അതായത് കോമൺ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബേസ് ഇവിടെ b ഈക്വൽ ടു 10 ആയിരിക്കണം. അതായത് 10 raised to 1, 10 raised to 2 ഇത് കോമൺ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എക്സാമ്പിളാണ്. നെക്സ്റ്റ് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വിത്ത് ബേസ് ഇ ഈസ് കോൾഡ് ദ നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. അതായത് നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബേസ് ഇ ആയിരിക്കും. ഇ raised to 1, ഇ raised to 2, ഇ raised to 3 എക്സെട്ര ഇതെല്ലാം നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്. ഇ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇയുടെ വാല്യൂ equal to 1 plus 1 by 1 factorial plus 1 by 2 factorial plus 1 by 3 factorial plus etc. ഇതായിരിക്കും ഇയുടെ വാല്യൂ. ഈ ഇയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2നും 3ക്കും ഇടയിലായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിൽ കോമൺ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ബേസ് 10 ആയിട്ടുള്ളതും നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ബേസ് ഇ ആയിട്ടുള്ളതും. ഓക്കെ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ സാധാരണ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് പവർ കൂടുന്നതനുസരിച്ച് കർവ് കൂടുതൽ സ്റ്റീപ്പറായിട്ട് പോകുന്നത് കാണാം. ഇവിടെ 10 raised to x കോമൺ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കൂടുതൽ സ്റ്റീപ്പറായിട്ട് നിൽക്കുന്നത് കാണാം. അതിന് തൊട്ട് താഴെയായിരിക്കും നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ആണെങ്കിലും കോമൺ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ആണെങ്കിലും ഗ്രാഫ് നോക്കിയാൽ നമുക്ക് കാണാം. ഇവിടെ ഡൊമൈൻ ഫുൾ റിയൽ നമ്പർ ആണെങ്കിലും റേഞ്ച് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. നെഗറ്റീവ് സൈഡിലോട്ട് ഗ്രാഫ് പോകുന്നില്ല. അതായത് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന് കിട്ടുന്നുള്ളൂ. ഇ raised to x നമുക്കറിയാം ഇ raised to 0 1 ആണ്. ഒരിക്കലും ഇ raised to ഒരു പവറും നെഗറ്റീവ് വാല്യൂസ് വരുന്നില്ല. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും അതിൻ്റെ ഗ്രാഫും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഡെറിവേറ്റീവ് ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ദ ഡെറിവേറ്റീവ് ഓഫ് ഇ raised to x വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈക്വൽ ടു ഇ raised to x തന്നെയായിരിക്കും. അതായത് ഇ raised to xൻ്റെ ഡെറിവേറ്റീവ് ഇ raised to x തന്നെയായിരിക്കും. ഇനി നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇ raised to -x ലെറ്റ് y ഈസ് ഈക്വൽ ടു ഇ raised to -x. ഇത് നമുക്ക് ചെയിൻ റൂൾ ഉപയോഗിച്ചും അല്ലെങ്കിൽ -x ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും ചെയ്യാം. ചെയിൻ റൂൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ dy by dx ഈക്വൽ ടു d by dx ഓഫ് ഇ raised to -x. yനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ dy by dx കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു ഇ raised to xൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. d by dx ഓഫ് ഇ raised to x ഈക്വൽ ടു ഇ raised to x തന്നെയാണ്. അപ്പോൾ ഇ raised to -xൻ്റെ വരുമ്പോൾ ഇ raised to -x ഇൻറ്റു ഇനി ഡെറിവേറ്റീവ് ഓഫ് -xും കൂടി കാണണം ഇൻറ്റു d by dx ഓഫ് -x വരും. ഈക്വൽ ടു ഇ raised to -x ഇൻറ്റു -xൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം -1 ആയിരിക്കും അല്ലേ. അപ്പോൾ ആൻസർ -e raised to -x എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോസ് ഇൻവേഴ്സ് ഓഫ് ഇ raised to x. ഇവിടെ ലെറ്റ് y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് ഇ raised to x എടുക്കുക. ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. dy by dx ഈക്വൽ ടു d by dx ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് ഇ raised to x. കോസ് ഇൻവേഴ്സ് എക്സിന് ഡെറിവേറ്റീവ് നമുക്കറിയാം. d by dx ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ -1 by root of 1 minus x square ആണ്. അപ്പോൾ ഇവിടെ എക്സിന് പകരം ഇ raised to x ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് -1 by root of 1 minus ഇ raised to x square
ഇൻറ്റു എക്സിന് പകരം വന്നിരിക്കുന്നതിൻ്റെ ഡെറിവേറ്റീവും കൂടി കാണുക. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് ഈക്വൽ ടു -1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ഇ റേസ് ടു എക്സ് ഹോൾ സ്ക്വയർ. എ റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ഇൻറ്റു എൻ ആണ്. അപ്പോൾ ഇവിടെ 2x വരും. ഇ റേസ് ടു 2x ഇൻറ്റു ഇ റേസ് ടു എക്സിന് ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ഇ റേസ് ടു 2x എന്ന് വരും. ഇതാണ് ആൻസർ. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. e raised to cos x. Let y is equal to e raised to cos x. Differentiating both sides with respect to x. dy by dx equal to ഇതിൻ്റെ ഇ റേസ് ടു എക്സിന് ഡെറിവേറ്റീവ് നമുക്കറിയാം ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇ റേസ് ടു കോസ് എക്സിന് ഡെറിവേറ്റീവ് ഇ റേസ് ടു കോസ് എക്സ്. ഇനി എക്സിന് പകരം കോസ് എക്സ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു കോസ് എക്സ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം മൈനസ് സൈൻ എക്സ് ആണ്. ദിസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു കോസ് എക്സ്. ഇതായിരിക്കും ആൻസർ. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് ഈസിയാണ്. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. പിന്നെ കൂടുതലായിട്ട് എക്സിന് പകരം എന്താണ് വരുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. എക്സസൈസിലെ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.